വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ മലയാളത്തില് കുഞ്ഞെഴുത്ത് പുസ്തകം ഉണ്ട് നമുക്ക് അല്ലെ, ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് നമുക്ക്. ഇതിനകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്തു പഠിക്കാനുള്ളതല്ലേ. അപ്പൊ നമ്മുടെ പൂവ് ചിരിച്ചു എന്ന പാഠഭാഗത്ത് വരുന്ന നമ്മുടെ ആക്ടിവിറ്റി ബുക്കിനകത്തുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, മക്കളൊക്കെ ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന ചെറിയ ചെറിയ വാക്കുകളൊക്കെ എഴുതി പഠിക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു ചെടി ഇങ്ങനെ മുളച്ചു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ. അപ്പൊ അത് കാണുന്ന സമയത്ത് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന നമ്മുടെ പുഴുവും നമ്മുടെ തുമ്പിയും ഒക്കെ ഇങ്ങനെ പരസ്പരം ചോദിക്കുകയാണ്, ഇത് ആരാണല്ലേ, ആരാണ് നീ, ആർക്കും അറിയില്ല. അപ്പൊ അതിനോട് ചോദിക്കുകയാണ്, നീ ആരാ അല്ലെ, നീ ആരാന്ന് ചോദിച്ചു നമ്മുടെ പുഴു. അപ്പൊ തുമ്പിയും കൂട്ടത്തിൽ ചോദിക്കാണ്, ആരാ നീ അല്ലെ, ആരാ നീ ആരാ നീ അല്ലെ, ഇത് ആരാന്നൊക്കെ ഇങ്ങനെ ഇവര് പരസ്പരം ചോദിക്കാണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഈ പറയുന്നത് മുളച്ചു വരുന്ന ഒരു വിത്ത് മുളച്ചു വന്നോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അത് എന്തുത്തരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ചെടി, ഞാൻ ആരാണ്, ഞാൻ ചെടിയാണ്. അപ്പൊ എന്റെ മക്കൾ ഇവിടെ ഒരു പുതിയ വാക്ക് പഠിച്ചു അല്ലെ. ഏതാ പുതിയ വാക്ക്? ചെടി അല്ലേ. ചെടി, നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ചെടിയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെടി എന്ന് നമ്മുടെ വിത്ത് എന്ത് ചെയ്യാണ്, ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ആരാ നീ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ വിത്ത് മുളച്ചു വന്ന ചെടി പറഞ്ഞു, ഞാൻ ചെടിയാണ്. അപ്പൊ ഇവരിങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പയ്യെ നമ്മുടെ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നതാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു നല്ല ചെടിയായിട്ട് മാറി അല്ലെ. അപ്പൊ ഈ ചെടീന്റെ ഇലകളിൽ കണ്ട ഒരാളെ നിങ്ങള് ആകെ സംശയം, അതാരാ അതെന്നെ നമ്മുടെ ചെടിക്ക് അറിയില്ല. അപ്പൊ ചെടി ചോദിക്കാൻ തുടങ്ങി, ഇത് ആരാ അല്ലേ, ഇത് ആരാ ഇല്ലേ, ആരാ നീ അല്ലെ. ചെടി തിരിച്ചു ചോദിച്ചു, ആരാ നീ. നേരത്തെ നമ്മുടെ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടീനോടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചെടി തിരിച്ച് പുഴുവിനോട് ചോദിച്ചു, ആരാ നീ. അപ്പൊ പുഴു എന്ത് പറയും? ഞാൻ പുഴു, ഞാൻ ആരാണ്, ഞാനൊരു പുഴുവാണ് അല്ലെ, ഞാൻ പുഴുവാണെന്ന് പറയാണ് നമ്മുടെ ചെടീനോട് അല്ലെ. അപ്പൊ ഇവിടെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഉറുമ്പിനെ കണ്ടോ നിങ്ങള്? അപ്പൊ ഉറുമ്പ് പറയാണ്, പുഴു ഇല തിന്നും. പുഴു എന്ത് തിന്നോണ്ടിരിക്കുകയാണ്? ഇല തിന്നോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഉറുമ്പിന് ഇതൊക്കെ അറിയാം. ഉറുമ്പ് പറയാണ്, പുഴു ഇല തിന്നും, പുഴു ഇല തിന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പാവം പിടിച്ച ചെടിയുടെ ഇലയൊക്കെ നമ്മുടെ പുഴു തിന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? യെസ്, നമ്മുടെ ചെടി പാവമായി പോയില്ലേ. അപ്പൊ നമ്മളിവിടെ എഴുതാണ് പാവം അല്ലെ, പാവം ചെടി. നമ്മൾ പറയാറില്ലേ പാവം ചെടി അല്ലെ, പാവായിപ്പോയി, കഷ്ടായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ പാവം ചെടി അല്ലെ. ഇതിങ്ങനെ ഒരു സംഭാഷണം കണക്കിന് പോവാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ചെടിയുടെ അടുത്തേക്ക് വേറെ 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ആരൊക്കെയാ? ആട് വന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ആട് ഓടിച്ചാടി നമ്മുടെ ആട് വന്നിട്ടുണ്ട്. ആട് മാത്രമാണോ വന്നത്? അല്ല, താഴെ നോക്കിയ ഒരു കോഴിക്കുഞ്ഞും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആട് വന്നു, കോഴിക്കുഞ്ഞു വന്നു. ആട് മാത്രമല്ല വന്നത്, ആടും വന്നു, അതേപോലെ തന്നെ ആരും വന്നു, നമ്മുടെ കോഴിക്കുഞ്ഞും വന്നു. ഇപ്പൊ ഇവര് വന്നതിന് സമയത്ത് ചെടിക്ക് ആകെ കൺഫ്യൂഷനായി. ഇപ്പൊ ചെടി പെട്ടെന്ന് ചോദിച്ചു, നീ ആരാ? ആട് വരുന്നതാ കാണുന്നത്. അപ്പൊ ആടിനോട് ചോദിച്ചു, നീ ആരാ? അപ്പൊ ആട് എന്തുത്തരം പറഞ്ഞിട്ടുണ്ടാവും? നേരത്തെ ചെടിനോട് ചോദിച്ചപ്പോ ഞാൻ ചെടി, പുഴുവിനോട് ചോദിച്ചപ്പോ ഞാൻ പുഴു. അപ്പൊ ആട് എന്തു പറയും? ഞാൻ ആട് അല്ലെ, ഞാൻ വേറെ ആര്, ഞാൻ ആരാണ്, ഞാൻ ആട് അല്ലെ. മിസ് താഴെയാണ് എഴുതിയത്, ഞാൻ ആട്. അപ്പൊ ആട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ മക്കളെ? ചെടിയുടെ അടുത്ത് ആട് വന്നാലുള്ള പ്രശ്നം എന്താ? ആടെന്താ കഴിക്കുക? ചെടിയുടെ ഇല മുഴുവൻ കഴിക്കും അല്ലെ. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞ് പറയുവാണ്, പാവം അല്ലെ, പാവം ചെടി. കാര്യം എന്താണ്? ആട് ഇല തിന്നും. പുഴു ഇല തിന്നുന്ന പോലെ തന്നെ ആടും എന്ത് ചെയ്യൂടാ? ഈ ചെടിയുടെ ഇല ആര് എന്നും നമ്മുടെ ആട് തിന്നാൻ പോവാണ്. അപ്പൊ നേരത്തെ പുഴു ഇല തിന്നു പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ആടും എന്ത് തിന്നുവടാ? ഇല തിന്നും. പാവം ചെടിയല്ലേ, പാവം ചെടിയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല വെയില്, നല്ല ചൂട് അല്ലെ. അപ്പൊ നമ്മുടെ സൂര്യൻ ചേട്ടനൊക്കെ വന്നതാണ് സംഭവം. അപ്പൊ എന്തായി? ചൂട് വന്നു. എന്ത് വന്നു? ചൂട് വന്നു. ചൂട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? നല്ല ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇലയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? വാടാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഇല വാടി. നമ്മളവിടെ എഴുതി കൊടുത്തു, ഇല വാടി. ഇല മാത്രാണോ വാടുക? ഇല വാടി 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 നമ്മുടെ ചെടിയും എന്ത് ചെയ്യാൻ തുടങ്ങും? ഇല വാടി, ചെടി വാടി. ഇലയും വാടിപ്പോയി, നമ്മുടെ ചെടിയും വാടിപ്പോയി അല്ലെ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു തേനീച്ചനെ കാണുന്നില്ലേ നിങ്ങള്?
അപ്പൊ തേനീച്ച പറയാണ് പാവം ചെടി എഗെയിൻ അല്ലേ, പാവം ചെടി കഷ്ടായി പോയി, ചെടിക്ക് ആകെ പ്രശ്നമായി. അങ്ങനെ കുറെ കാലമൊക്കെ കഴിഞ്ഞ് എപ്പോഴും വെയിലുണ്ടാവാറില്ല അല്ലെ, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തുടങ്ങും, മഴ പെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതാ മഴ, നമ്മുടെ ചെടിക്ക് ഭയങ്കര സന്തോഷമായി. അതാ മഴ എന്നൊക്കെ പറയുന്നുണ്ട് ചെടി അല്ലെ. ആരാ വന്നെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ചെടിക്കില്ല, ചെടിക്ക് മനസ്സിലായി ആര് വന്നടാ, ആര് വന്നു, നമ്മുടെ മഴ വന്നു. അപ്പൊ ചെടി തുള്ളിച്ചാടി, മഴ വന്നു, യെസ് മഴ വന്നു, മഴ വന്നു, ലലലലാ ലലലലാ, ആര് വന്നു, മഴ വന്നു. പാട്ടൊക്കെ പാടി ആഹ്ലാദിച്ചുകൊണ്ട് നമ്മുടെ ചെടി പറയാണ് അല്ലെ. അപ്പൊ മഴയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ മഴ പെയ്ത് കഴിഞ്ഞ്, കുറേ മഴ പെയ്ത് അവസാനം ദാ വെള്ളപ്പൊക്കം പോലെ ആയിപ്പോയടാ, അത് വീണ്ടും പ്രശ്നമായല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് ദാ അവിടെ നിറയെ വെള്ളം, ചെടി നിന്നിരുന്ന സ്ഥലമൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ആ വെള്ളം വന്ന കൂട്ടത്തിൽ ഇതാ മീനുകൾ വന്നിട്ടുണ്ട്. മീനുകൾ മാത്രമല്ല, കൂട്ടത്തിൽ ഇതാ ആമയും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മീനുകൾ വന്നു, ആമ വന്നു, മീനുകൾ വന്നു, അതേപോലെ തന്നെ ആര് വന്നു, ആമ വന്നു. പക്ഷെ എന്താ പ്രശ്നം, നമ്മുടെ ചെടി ഇതാ വെള്ളത്തിന്റെ അടിയിലായിപ്പോയി. ശരിക്ക് ഈ ചെടി വെള്ളത്തിൽ ജീവിക്കുന്ന ചെടി അല്ലായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെടി എന്ത് ചെയ്യാൻ തുടങ്ങും, ചീഞ്ഞു പോകാൻ തുടങ്ങില്ലേ. എല്ലാ ചെടിക്കും ഇപ്പൊ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമ്മുടെ ആമ പറയാണ് പാവം ചെടി, വീണ്ടും ദാ ചെടി പാവമായി പോയി അല്ലേ, നമ്മള് കഷ്ടായി പോയി എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, പാവം ചെടി. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിനകത്തുള്ള ഒരു കുഞ്ഞു പ്രവർത്തനം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണമൊക്കെ എഴുതാനുള്ള ഒരു കുഞ്ഞു പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ എഴുതാൻ പഠിച്ചു അല്ലെ. ഓരോരുത്തർ വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ വന്നു എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇല തിന്നുന്ന കാര്യം നമ്മൾ പറഞ്ഞു, തിന്നു എന്ന് എഴുതാൻ ചിലപ്പോൾ മക്കള് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ പാവം ചെടി അല്ലെ. അപ്പൊ പാവം ചെടി ഒരുപാട് തവണ നമ്മൾ എഴുതിയില്ലേ. അപ്പൊ പാവം എന്നും ചെടിയെന്നും ഒക്കെ എഴുതാൻ എൻ്റെ മക്കള് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ പുതിയ വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ മക്കൾ എന്താ ചെയ്യണ്ടേ, അതൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതി പഠിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാടെ ആക്ടിവിറ്റി ബുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.